ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 5, ശ്ലോക 6. സഹ അഹം ച ത്രിഗുണക്രമാ ത്രിവിധതാം ആസാദ്യ വൈകാരിക ഭൂയഃ തൈജസ താമസൗ ഇതി ഭവൻ ആദ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ അകൃത ദിശാവാദ അർക്കപ്പാശ്യശ്വിനോ വഹ്നി ഇന്ദ്ര അച്യുത മിത്രഗാൻ വിധുവിധി ശ്രീരുദ്രശാരീരഗാൻ. സഹ കൂടി, അഹം അഹങ്കാരം, ച ചേർന്നത്, ത്രിഗുണ മൂന്ന് വിധത്തിലെ ഗുണങ്ങൾ, അതായത് സാത്വിക ഗുണം, രജോ ഗുണം, തമോ ഗുണം, ക്രമാത് വിവിധ രീതിയിൽ പിരിയുന്നത്, ത്രിവിധതാം മൂന്ന് വിധത്തിൽ, ആസാദ്യ അവസ്ഥ പ്രാപിക്കുന്നത്, വൈകാരിക സാത്വിക അഹങ്കാരം എന്ന വികാരം, ഭൂയഃ നാമത്തോടു കൂടി, തൈജസ രാജസ അഹങ്കാരം എന്ന വികാരം, താമസൗ താമസ അഹങ്കാരം എന്ന വികാരം, ഇതി ഇങ്ങനെ, ഭവാൻ ഭഗവാൻ, ആദ്യേന ആദ്യത്തേതായ, സത്വാത്മന സാത്വികമായ അഹങ്കാരത്തെ, ദേവൻ ദേവന്മാർക്ക്, ഇന്ദ്രിയ ഇന്ദ്രിയങ്ങളോടുകൂടി, മാനിനോ അധിഷ്ഠാന ദേവതകൾ, അകൃത സൃഷ്ടിക്കുന്നത്, ദിശ ദിക്ക്, വാദ വായു, അർക്ക ആദിത്യൻ സൂര്യൻ, പാശ വരുണൻ, അശ്വിനോ അശ്വിനി ദേവന്മാർ, വഹ്നി അഗ്നിദേവൻ, ഇന്ദ്ര ഇന്ദ്രൻ, അച്യുത ച്യുതി ഇല്ലാത്തത് നാശമില്ലാത്തത് ആരാണോ മഹാവിഷ്ണു, മിത്രഗാൻ മിത്രൻ പ്രജാപതി, വിധു ചന്ദ്രൻ, വിധി ബ്രഹ്മാവ്, ശ്രീരുദ്ര ശിവൻ, ശാരീരകാൻ ക്ഷേത്രജ്ഞൻ. സോഹം ച ത്രിഗുണക്രമാ ത്രിവിധതാം ആസാദ്യ വൈകാരികോ ഭൂയസ്തൈജസതാമസൗ ഇതി ഭവൻ ആദ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ കൃതദിശാ വാദാർക്കപാശ്വശ്വിനോ വഹ്നീന്ദ്രാച്യുതമിത്രഗാൻ വിധുവിധി ശ്രീരുദ്രശാരീരഗാൻ. ഇവിടെ ഭഗവാൻ പല വിധത്തിലുള്ള വികാരത്തെ, അതായത് ത്രിഗുണങ്ങളായ സാത്വികം, രജോ ഗുണം, തമോ ഗുണം എന്നിവയെ പിരിച്ചുകൊണ്ട് ഓരോർക്കും അവരവരുടെ സ്വഭാവം അനുസരിച്ചുള്ള വികാരത്തെ പകർന്നു കൊടുക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അഹങ്കാരത്തോട് ചേർന്നിരിക്കുന്ന മൂന്ന് വിധത്തിലുള്ള അവസ്ഥ പ്രാപിക്കുന്നു. ഏതൊക്കെ എന്ന് വെച്ചാൽ സാത്വികം, രജസ്, തമസ്. അപ്പോൾ ഭഗവാൻ ആദ്യത്തേതായ സാത്വിക അഹങ്കാരത്തെ ദേവന്മാർക്കും അതിനുശേഷം ഇന്ദ്രിയങ്ങളെ അധിഷ്ഠാന ദേവതകൾക്കും കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ദിക്ക്, വായു, ആദിത്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ, അഗ്നിദേവൻ, ഇന്ദ്രൻ എന്നിവർക്ക് ഭഗവാൻ അവരവരുടേതായ സൃഷ്ടിക്കുള്ള ഒരു അനുഗ്രഹം കൊടുക്കുകയും അതിൽ കുറച്ച് രജോ ഗുണം ചേർക്കുകയും ചെയ്തു. അതിനുശേഷം മിത്രൻ പ്രജാപതി, ചന്ദ്രൻ, ബ്രഹ്മാവ്, ശിവൻ, ക്ഷേത്രജ്ഞൻ എന്നിവർക്ക് എല്ലാ ഗുണത്തിൻ്റെയും ഓരോ അംശവും തമോ ഗുണവും എല്ലാ വിധത്തിലുള്ള അവരുടെ സൃഷ്ടിക്കും പരിപാലനത്തിനും സംഹാരത്തിനും വേണ്ടിയുള്ളതായ എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളെ ചേർത്ത് കൊടുക്കുകയും ചെയ്തു. അതായത് സൃഷ്ടിക്ക് വേണ്ടിയുള്ളത് രജോ ഗുണമാണെങ്കിൽ പരിപാലനത്തിന് വേണ്ടുന്നത് സാത്വിക ഗുണമാണ്. അതുപോലെ ഒരു യുഗം അവസാനിക്കുമ്പോൾ പ്രളയകാലത്ത് എല്ലാ സൃഷ്ടിയെയും നശിപ്പിക്കാൻ വേണ്ടി തമോ ഗുണമാണ് ആവശ്യമുള്ളത്.
അപ്പോൾ ഭഗവാൻ ഓരോരോ സൃഷ്ടിക്കും അവരവരുടേതായ സ്വഭാവം അനുസരിച്ചുള്ള ഗുണങ്ങളെ കൊടുക്കുകയും അവരുടെ പൂർവ്വജന്മ ഫലം അനുസരിച്ച് അവർക്ക് ഓരോ വിധത്തിലുള്ള താരതമ്യേനയുള്ള ആ ഒരു വ്യത്യാസത്തോടു കൂടിയ ഗുണങ്ങളെ കൊടുക്കുകയും ചെയ്യുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. താങ്ക് യു.